ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു വെരാൻഡ റൈസ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്കയുടെ ഒരു ടോപ്പിക്കാണ് ഏത്, ഇന്ത്യയിലെ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഫെസ്റ്റിവൽസ് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ടോപ്പിക്ക് കൃത്യമായും കണ്ടു പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് ഫെസ്റ്റിവൽസിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് പോയാലോ, എന്തൊക്കെ ടൈപ്പിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which among the following festival is also known as ഫെസ്റ്റിവൽസ് ഓഫ് ഫെസ്റ്റിവൽസ്? ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫെസ്റ്റിവൽ ഏതാണ്? ഏത് ഫെസ്റ്റിവലിനെയാണ് ഫെസ്റ്റിവൽസ് ഓഫ് ഫെസ്റ്റിവൽസ് എന്ന് വിശേഷിപ്പിക്കുന്നത്? അത് നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവലാണ്. ഓപ്ഷൻ ഡി, ഹോൺബിൽ. എവിടെയാ ഹോൺബിൽ? നമ്മളൊരു ഫെസ്റ്റിവൽ പഠിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഏതെങ്കിലും സ്റ്റേറ്റ് റിലേറ്റ് ചെയ്ത് പറഞ്ഞ ഫെസ്റ്റിവൽസ് ആണോ എന്ന്. സോ ഹോൺബിൽ ഒരു സംസ്ഥാനത്തെയാണ്. ഏത് സംസ്ഥാനത്തെ ഫെസ്റ്റിവലാണ് ഹോൺബിൽ എന്നറിയോ? ഹോൺബില്ല് നാഗാലാൻഡ് കേട്ടാ. ഹോൺബില്ല് നാഗാലാൻഡിലെ നാഗാ ട്രൈബുകൾക്കിടയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ഏത്, ഹോൺബിൽ ഫെസ്റ്റിവൽ. ഏത് സ്റ്റേറ്റാണ്? നാഗാലാൻഡ്. ഇത് എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ ഡിസംബർ 10 വരെ എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ ഫെസ്റ്റിവലാ? 10 ദിവസത്തെ കേട്ടാ, 10 days, 10 ദിവസത്തെ ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഈ ഒരു ഫെസ്റ്റിവലിനെയാണ് നമ്മൾ ഫെസ്റ്റിവൽസ് ഓഫ് ഫെസ്റ്റിവൽസ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടാ. ഏത് സ്റ്റേറ്റാണ് ഹോൺബിൽ? നാഗാലാൻഡിലാണ്. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, അതായത് എത്ര ദിവസത്തെ ഫെസ്റ്റിവലാണെന്ന് കേട്ടോ. അപ്പോൾ ചില ഫെസ്റ്റിവൽസ് നിങ്ങൾ പഠിക്കുമ്പോൾ എത്ര ഡേയ്സ് എന്ന് കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഏത് സ്റ്റേറ്റിൽ നിന്നും ചോദിക്കാറുണ്ട്, ചിലത് ചോദിക്കും എത്ര ദിവസത്തെ, ചില ഒരു 3-4 ദിവസത്തേക്ക് ഫെസ്റ്റിവൽസ് ഒക്കെ കാണും. അപ്പോൾ കൃത്യമായിട്ട് ആ ഡേറ്റ് കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. രണ്ടാമത്തെ ചോദ്യം, ഹെമിസ് ഫെസ്റ്റിവൽ is associated with which of the following religion? ഇത് 2024 CHSL എക്സാമിന് ചോദിച്ച ചോദ്യം, കഴിഞ്ഞ വർഷത്തെ. ഹെമിസ് ഫെസ്റ്റിവൽ ഏത് മതക്കാരുടെ ഫെസ്റ്റിവലാണ്? ആക്ച്വലി ഹെമിസ് എന്ന പേരിൽ നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. ഒന്ന്, ഹെമിസ് എന്ന പേരിൽ നമുക്കൊരു മൊണാസ്ട്രി ഉണ്ട് അല്ലേ, ഒരു മൊണാസ്ട്രി ഹെമിസ് എന്ന പേരിൽ തന്നെ. എവിടെയാ? അങ്ങ് ലഡാക്കിൽ അല്ലേ, നമ്മുടെ ലഡാക്കിലെ ഒരു മൊണാസ്ട്രി. അപ്പോൾ ഈ മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബുദ്ധമതക്കാരുടെ വർഷിപ്പ് പ്ലേസിനെ വിളിക്കുന്ന പേരാണ് മൊണാസ്ട്രികൾ അല്ലേ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കിട്ടി. ഈ ഒരു മൊണാസ്ട്രി നടക്കുന്ന ഫെസ്റ്റിവലാണ് ഹെമിസ് ഫെസ്റ്റിവൽ. അപ്പോൾ ഏത് മതം? ഓപ്ഷൻ ബി, ബുദ്ധിസം അല്ലേ. ബുദ്ധമതക്കാരുടെ, അത് നമ്മുടെ ഏത് ഹെമിസ് മൊണാസ്ട്രി നടക്കുന്ന ഒരു ആഘോഷമാണ് ഹെമിസ് ഫെസ്റ്റിവൽ. ഇനി ഇതേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ CGL ആണെന്ന് തോന്നുന്നു ചോദിച്ചത്. ചോദ്യം എങ്ങനെയായിരുന്നു, ഹെമിസ് ഫെസ്റ്റിവൽ എവിടത്തെ ബുദ്ധിസ്റ്റുകളുടെ ഫെസ്റ്റിവലാണ്? കാരണം ബുദ്ധിസ്റ്റുകൾ പലയിടത്തും ഉണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലഡാക്കിലുണ്ട്, ഹിമാചലിലുണ്ട് അല്ലേ, സിക്കിമിലുണ്ട്, അരുണാചലിലുണ്ട്, വെസ്റ്റ് ബംഗാൾ, ഇവിടെയൊക്കെ ബുദ്ധിസ്റ്റുകളുണ്ട്. സോ അടുത്ത ചോദ്യം അതാണ്, എവിടത്തെ ബുദ്ധിസ്റ്റുകളുടെ ഫെസ്റ്റിവലാണ് ഹെമിസ് ഫെസ്റ്റിവൽ? സോ എവിടത്തെയാണ്? ഈ മൊണാസ്ട്രി നടക്കുകയാണെങ്കിൽ എവിടെയാണ്? ലഡാക്കിലെ ബുദ്ധിസ്റ്റുകളുടെ ഫെസ്റ്റിവലാണ് ഏത്, ഹെമിസ് ഫെസ്റ്റിവൽ കേട്ടാ. ഹെമിസ് ഫെസ്റ്റിവലാണ് ലഡാക്കിലെ ബുദ്ധിസ്റ്റുകളുടെ ഫെസ്റ്റിവലാണ് ഏത്, നമ്മുടെ ഹെമിസ് ഫെസ്റ്റിവൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനൊരു പാറ്റേൺ ചോദിക്കാറുണ്ട്, റിലീജിയസ് ഫെസ്റ്റിവൽ, മതപരമായിട്ടുള്ള ഫെസ്റ്റിവൽ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബുദ്ധിസം അല്ലേ ചോദിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബുദ്ധമതമായി ബന്ധപ്പെട്ട 1-2 ഫെസ്റ്റിവൽസ് പരിചയപ്പെടുത്തി തരാം. ഏതുമായി ബന്ധപ്പെട്ട
ബുദ്ധമതമായി ഒന്ന് നോക്കിയാലോ. 1-2 ഫെസ്റ്റിവൽ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് നമ്മുടെ ബുദ്ധൻ്റെ ജന്മദിനമായി ബന്ധപ്പെട്ട്. ഏത്? ബുദ്ധ പൂർണിമ ഫെസ്റ്റിവൽ. ബുദ്ധ പൂർണിമ, ബുദ്ധൻ്റെ ബർത്ത്ഡേ, നമ്മുടെ ബുദ്ധൻ്റെ ബർത്ത്ഡേ ബന്ധപ്പെട്ട് വരുന്ന ഒരാഘോഷമാണ് ബുദ്ധ പൂർണിമ. നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഇത് ഏത് മാസത്തിലാണ്? കലണ്ടറിൽ ഏത് മാസം? ഈ മാസം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുദ്ദേശം നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രിഗേറിയൻ കലണ്ടർ അല്ല, അല്ലേ? നമ്മുടെ ഇന്റർനാഷണൽ കലണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഉണ്ടല്ലോ, ആ മാസങ്ങളല്ല. അവർ ചോദിക്കുന്നത് ശകവർഷത്തിലെ ഏത് മാസത്തിലാണെന്നാണ് ചോദ്യം. ശകവർഷം നമ്മുടെ ദേശീയ കലണ്ടറാണ്, അല്ലേ? നമ്മുടെ നാഷണൽ കലണ്ടറായ ശകവർഷത്തിലെ അതിലെ ഏത് മാസത്തിലെന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. സോ ബുദ്ധ പൂർണിമ വരുന്നത് വൈശാഖ മാസത്തിലാണ് കേട്ടോ. ശകവർഷത്തിലെ വൈശാഖ മാസത്തിൽ എന്ത് ഡേ? ഒരു ഫുൾ മൂൺ ഡേ കേട്ടാ. ബുദ്ധ പൂർണിമ ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവലാ. ഒരു പൂർണ്ണചന്ദ്രനുള്ള ദിവസത്തിലാണ് ബുദ്ധൻ ജനിച്ചത്. ഏത് മാസത്തിൽ? വൈശാഖം. സോ ആണ് ബുദ്ധ പൂർണിമ. അടുത്ത രണ്ടാമത്തെ ഫെസ്റ്റിവലാണ് ഉല്ലംബന ഫെസ്റ്റിവൽ. ബുദ്ധിസ്റ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് ഉല്ലംബന ഫെസ്റ്റിവൽ. ഉല്ലംബന ഇടയ്ക്കൊരു എക്സാമിന് ചോദിച്ചു. മൂന്നാമത്തെ ആഘോഷമാണ് ലോസർ ഫെസ്റ്റിവൽ. എന്താണെന്നറിയോ ലോസറിന്റെ ഇമ്പോർട്ടൻസ്? ലോസർ നമ്മൾ പറയും ബുദ്ധിസ്റ്റുകളുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ എന്ന് പറയും. ബുദ്ധിസ്റ്റ് ന്യൂ ഇയർ അല്ലെങ്കിൽ ടിബറ്റൻ ന്യൂ ഇയർ എന്ന് പറയും. ടിബറ്റിൻ്റെ ന്യൂ ഇയർ കേട്ടോ. ടിബറ്റൻ ന്യൂ ഇയർ എന്നാണ് എന്തിനെ വിശേഷിപ്പിക്കുന്നത്? ലോസറിനെ വിശേഷിപ്പിക്കുന്നത്. ടിബറ്റൻ ന്യൂ ഇയർ. ദെൻ ഫോർത്ത് വൺ, നാലാമത്തെ ഫെസ്റ്റിവലാണ് നമ്മുടെ ഷാങ്കൻ. ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വട്ടം എക്സാമിന് ചോദിച്ചു. ഷാങ്കൻ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷാങ്കൻ ഫെസ്റ്റിവൽ ഏത് മതമായി ബന്ധപ്പെട്ടതാണ്? ഷാങ്കൻ ഫെസ്റ്റിവൽ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവലാണ്. പക്ഷേ ഇത് സ്റ്റേറ്റ് ചോദിക്കും. ഏത് സ്റ്റേറ്റിലെന്നറിയോ ഷാങ്കൻ ഫെസ്റ്റിവൽ? അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ കേട്ടാ. ഇവിടെയാണ് നമ്മുടെ അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഏത്? ഷാങ്കൻ ഫെസ്റ്റിവൽ. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഓക്കെ. ദെൻ അഞ്ചാമത്തെ ആഘോഷം അതാണ് ലുംബിനി ഫെസ്റ്റിവൽ. ലുംബിനി ഫെസ്റ്റിവൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ലുംബിനി എവിടെയാ? ലുംബിനി സ്ഥലമാണ് ബുദ്ധൻ്റെ ജന്മസ്ഥലം. അതെവിടെയാ? നേപ്പാളിലാണ്. പക്ഷേ ഈ ലുംബിനി എന്ന ആഘോഷം നടക്കുന്നത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലാണ്. എവിടെയെന്നറിയോ? ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് ഏത്? ലുംബിനി ഫെസ്റ്റിവൽ. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. സോ ഇതൊക്കെ എന്ത് മതമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവലാ? ബുദ്ധമതമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ. ഏതൊക്കെയാ? ബുദ്ധ പൂർണിമ, ഉല്ലംബന, ലോസർ, ഷാങ്കൻ ഫെസ്റ്റിവൽ, ലുംബിനി ഫെസ്റ്റിവൽ. അതിൽ ഷാങ്കൻ അരുണാചൽ, ലുംബിനി എവിടെയാ? ആന്ധ്രാപ്രദേശിലെ ഫെസ്റ്റിവൽസ് ആണ്. ഏത് മതക്കാരുടെ? ബുദ്ധിസ്റ്റുകളുടെ. കൂട്ടത്തിൽ നമ്മുടെ ഹെമിസ് മൊണാസ്ട്രിയിലെ ഹെമിസ് ഫെസ്റ്റിവൽ. ഓക്കെ അല്ലേ? ബുദ്ധമതക്കാരുടെ ഫെസ്റ്റിവൽ. അടുത്തതിലോട്ട് പോയാലോ? അടുത്തത് പര്യൂഷൻ പർവ് ഫെസ്റ്റിവലാണ്. പര്യൂഷൻ പർവ് ഏത് മതക്കാരുടെ ഫെസ്റ്റിവലാണ്? പര്യൂഷൻ പർവ്. ആൻസർ ചെയ്തേ. ഏത് മതക്കാരുടെ ഫെസ്റ്റിവലാണ്? ഏത് മതക്കാരുടെ ഫെസ്റ്റിവലടാ? പര്യൂഷൻ പർവ് ഫെസ്റ്റിവൽ. യെസ്, ഇത് നമ്മുടെ ജൈന മതക്കാരുടെ ഫെസ്റ്റിവലാണ്. നോട്ട് ചെയ്തോ? നമ്മൾ കുറച്ച് മുമ്പ് ബുദ്ധമതക്കാർ പഠിച്ചതുപോലെ തന്നെ നമുക്ക് ജൈന മതത്തിൽ നിന്ന് മെയിനായിട്ടും ചോദിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. എല്ലാ വർഷവും നമ്മളൊരു ആനുവൽ ഫെസ്റ്റിവലാണ് പര്യൂഷൻ പർവ് ഫെസ്റ്റിവൽ. ഏത് മതക്കാരുടെയാ? ജൈന മതക്കാരുടെ. ജൈന മതക്കാരുടെ വേറൊരു ആഘോഷം കൂടിയുണ്ട്. നമ്മുടെ
നമ്മുടെ ജൈനമതത്തിലെ തീർത്ഥങ്കരനായ മഹാവീരൻ്റെ ജന്മദിവസം, മഹാവീർ ജയന്തി കേട്ടാ. ജൈനമതത്തിലെ തീർത്ഥങ്കരനായിരുന്ന ആര്? മഹാവീരൻ. മഹാവീരൻ്റെ ബർത്ത്ഡേ ആയി മഹാവീർ ജയന്തി. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇത് ഏത് മാസത്തിലെന്നാണ്. മഹാവീർ ജയന്തി വരുന്ന മാസമെന്ന് പറയുന്നത് ചൈത്രമാണ് കേട്ടാ. ശകവർഷം, നമ്മുടെ ശകവർഷത്തിലെ ആദ്യത്തെ മാസമാണ് കേട്ടോ ഈ ചൈത്രം. ശകവർഷത്തിലെ ഫസ്റ്റ് മാസമാണ്, ആദ്യത്തെ മാസമാണ് ഈ ചൈത്രം. ചൈത്രമാസത്തിലാണ് ആര് ജനിച്ചത്? മഹാവീരൻ ജനിച്ചത്. മഹാവീർ ജയന്തി ഫെസ്റ്റിവൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ ജൈനമതമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 ഫെസ്റ്റിവലാണ്. ഒന്ന് പര്യൂഷൻ ഫെസ്റ്റിവലും, 2 മഹാവീർ ജയന്തി ഫെസ്റ്റിവൽ. അടുത്ത നമ്മൾ ബുദ്ധമതം കണ്ടു, ഇപ്പം എന്താ ജൈനമതമായിട്ടുള്ള 2 ഫെസ്റ്റിവൽസും കണ്ടു. ഓക്കെ, അടുത്ത പോയാലോ? അടുത്തത് മഹാവീർ ജയന്തി ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ നമ്മുടെ ചോദ്യം ശകവർഷത്തിലെ മാസങ്ങളല്ല, നമ്മുടെ കലണ്ടറിലെ മാസങ്ങളാണല്ലേ. നമുക്ക് മെയ്, ഏപ്രിൽ, സെപ്റ്റംബർ, ഡിസംബർ. അപ്പം നമുക്കറിയണം, നമ്മൾ നേരത്തെ പഠിച്ചത് മഹാവീർ ജയന്തി ചൈത്രത്തിലാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അറിയണം ചൈത്രം നമ്മുടെ കലണ്ടറിൽ ഏത് മാസമാണെന്ന്, എന്നാലേ ആൻസർ ചെയ്യാൻ പറ്റൂ അല്ലേ. ചൈത്ര മാസത്തിലാണ് ജനിച്ചതറിയാം, ചൈത്രം നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിൽ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിൽ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ശകവർഷത്തിൽ 12 മാസമുണ്ട്. ശകവർഷത്തിലെ ഫസ്റ്റ് മാസമാണ് ഈ ചൈത്രം. ഇത് ഏത് മാസമാണ് വരണതെന്നറിയോ? ഇത് നമ്മുടെ കലണ്ടർ പ്രകാരം മാർച്ച് 21 മുതൽ ഏപ്രിൽ 20 കേട്ടാ. ചൈത്രം എന്ന് മുതൽ എന്ന് വരെയാ? മാർച്ചിലെ 21 മുതൽ ഏപ്രിൽ 20-ാം തീയതി വരെയാണ് എന്ത് വരുന്നത്? ചൈത്രമാസം വരുന്നത്. അതായത് നമ്മുടെ ഒരു പകുതിക്ക് 2 മാസം, നമ്മൾ വീശുന്ന 2 മാസങ്ങൾ ചേരുന്നതാണ് ശകവർഷത്തിലെ ഒരു മാസം. അത് പകുതിക്ക് പകുതിയാണ്, 21 മുതൽ 20 ആ റേഞ്ചിൽ പോകും. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് മാസം ഫൽഗുനം എന്ന മാസമാണ്. ശകവർഷത്തിലെ ലാസ്റ്റ് മാസം ഫൽഗുന മാസമാണ്. അതപ്പോൾ ഏത് മാസങ്ങളായിരിക്കും പറഞ്ഞത്? എങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുന്ന? ഇത് മാർച്ച് 21 അല്ലേ? അപ്പോൾ എൻഡ് ചെയ്യുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും? മാർച്ച് 20 എന്ന് മുതൽ ഫെബ്രുവരി 21. ഫെബ്രുവരി 21 മുതൽ മാർച്ച് 20 വരെയാണ് ഫൽഗുന മാസം കേട്ടോ. അങ്ങനെ ഈ ഒരു ഓർഡറിലാണ് പോകണം കേട്ടോ. ഇത് ഫസ്റ്റ് മാസം, ഇത് 12-ാമത്തെ മാസം. ഇതിനിടയിൽ വേറെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ കലണ്ടറിലും 12 മാസമുണ്ട്. ചൈത്രം, വൈശാഖം, അങ്ങനെ ഓരോ മാസമുണ്ട് കേട്ടോ. ഇതിൽ ഫസ്റ്റ് മാസം ചൈത്രം, 12-ാമത്തെ മാസം ഫൽഗുനം. അപ്പോൾ അതൊന്ന് ഐഡിയ വെച്ചു. അപ്പം ചൈത്രം പറഞ്ഞത് മാർച്ചിലും ഏപ്രിലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാന്ന് നോക്ക്. മാർച്ച് ഇല്ല, ഏപ്രിലുണ്ട് അല്ലേ? സോ മഹാവീർ ജയന്തി ഏപ്രിലാണ്. ആൻസർ ആയില്ലേ? നമുക്കിത് അറിയാമെങ്കിൽ, ഈ സാധനം അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അല്ലേ? കാരണം നമുക്കറിയാം മഹാവീർ ജയന്തി ചൈത്രമാസത്തിലാണ്. ചൈത്രമാസത്തിലാണെങ്കിൽ ചൈത്രം ഏതൊക്കെ മാസങ്ങളാണ്? മാർച്ച് 21 മുതൽ ഏപ്രിൽ 20 വരെ. സോ നമ്മുടെ ഓപ്ഷനിൽ മാർച്ച് ഇല്ല. സോ ആൻസർ ഏതാ? ഏപ്രിൽ. സോ ഈസി ആയിട്ട് കിട്ടും. ഏപ്രിൽ മാസത്തിലാണ് മഹാവീർ ജയന്തി. ഇതിപ്പോൾ ഇതുപോലെ ഓരോ ഫെസ്റ്റിവൽ ഇങ്ങനെ നമുക്ക് ചോദിക്കുമ്പോൾ ചെയ്യാൻ പറ്റും. ഓരോ ഫെസ്റ്റിവലും അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഹോല മഹല്ല ഇസ് ഫേമസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ വിച്ച് റിലീജിയൻ ഓസോ? വീണ്ടും നമുക്ക് ഒരു റിലീജിയസ് ഫെസ്റ്റിവലാണ് വരുന്നത്, ഹോല മഹല്ല ഫെസ്റ്റിവൽ. ആക്ച്വലി ഹോല മഹല്ല ഒരു ഹോളി ടൈപ്പ് ഫെസ്റ്റിവലാണ്, ഒരു ഹോളിയാണ് കേട്ടോ. ഒരു ഹോളി ടൈപ്പ് ഫെസ്റ്റിവലാണ് നമ്മുടെ ഏത് ഈ ഹോല മഹല്ല കേട്ടോ. ആരുടെ ഹോളി എന്നറിയോ? ഇത് പഞ്ചാബിൻ്റെ ഹോളികളാണ്. അപ്പോൾ ആരുടെ ഹോളി? സിക്കിസം. സിഖ് മതക്കാരുടെ ഹോളി ഫെസ്റ്റിവലാണ് ഏത്? ഹോല മഹല്ല കേട്ടോ. സിഖ് മതക്കാരുടെ ആഘോഷമാണ്. സിഖ് മതത്തിൻ്റെ ഒരു ഹോളി ഫെസ്റ്റിവലാണ് ഹോല മഹല്ല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സിഖ് മതവുമായി ബന്ധപ്പെട്ട 1-2 ഫെസ്റ്റിവൽ പറഞ്ഞു തരാം. നോക്കിക്കോ. സിഖ് മതക്കായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാന ഫെസ്റ്റിവലാണ് ഗുരു നാനാക്ക് ജയന്തി. അതായത് സിഖ് മതത്തിൻ്റെ സ്ഥാപകൻ അല്ലേ? ആര്?
ഗുരുനാനാക്ക് ജയന്തി ഏത് മാസത്തിൽ നിന്നറിയോ? ഈ ക്വസ്റ്റ്യൻ അതാണ്, ഏത് മാസമെന്നാണ്. ഇത് കാർത്തികയിലെ പൂർണിമയില്, കാർത്തിക മാസത്തിലെ കാർത്തിക മാസത്തിലെ ഫുൾ മൂൺ ഡേയിലാണ് എന്ത് വരുന്നത്? ഗുരുനാനാക്ക് ജയന്തി വരുന്നത്. കാർത്തിക പൂർണിമ, ഏത്? ഗുരുനാനാക്ക് ജയന്തി. ഒന്ന്. അടുത്ത രണ്ടാമത്തെ ഒരു ഫേമസ് ഫെസ്റ്റിവൽ ആണ് ബൈശാഖി ഫെസ്റ്റിവൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഏത്? ഈ ബൈശാഖി ഫെസ്റ്റിവൽ. ബൈശാഖി എന്ന് പറഞ്ഞാൽ സിഖ് മതക്കാരുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് കേട്ടാ. സിഖ് മതക്കാരുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഏത്? ബൈശാഖി കേട്ടാ. സിഖ് മതം പറയുമ്പോൾ സ്ഥലം പഞ്ചാബിന്റെ ന്യൂ ഇയർ അല്ലെങ്കിൽ സിഖ് മതക്കാരുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഏത്? ബൈശാഖി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ബൈശാഖി കേട്ടാ. അപ്പോൾ ഓർത്ത് വെച്ചോ, സിഖ് മതം ഫെസ്റ്റിവൽ ഏതൊക്കെയാ? ഒന്ന് ഗുരുനാനാക്ക് ജയന്തി, ഏത് മാസത്തില്? കാർത്തികയിലെ പൂർണിമ. രണ്ട് ഹോളി, സിക്കിന്റെ ഹോളി മഹല്ല. മൂന്ന് നമ്മുടെ ന്യൂ ഇയർ ഫെസ്റ്റിവലായ ഏത് ഫെസ്റ്റിവൽ? ബൈശാഖി ഫെസ്റ്റിവൽ. സിക്കിമിന്റെ ന്യൂ ഇയർ ഏതാണ്? ബൈശാഖി. ഓക്കെ. അപ്പോൾ നമ്മൾ ബുദ്ധമതക്കാരുടെ ഫെസ്റ്റിവൽ കണ്ടു, ജൈന മതക്കാരുടെ ഫെസ്റ്റിവൽ കണ്ടു, ഇപ്പം എന്താ സിഖ് മതക്കാരുടെ ഫെസ്റ്റിവൽസ് കണ്ടു. ഓക്കെ, അപ്പോൾ സെറ്റല്ലേ ഇത് മൂന്നും? അടുത്തതിൽ പോയാലോ? അടുത്തത് ഇൻ വിച്ച് മന്ത് ഈസ് ബുദ്ധ പൂർണിമ? നമ്മൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തോണല്ലോ. ബുദ്ധ പൂർണിമ ഏത് മാസം? ബുദ്ധൻ ജനിച്ച ബുദ്ധ പൂർണിമ ഏത് പൂർണിമ? ബുദ്ധ പൂർണിമ സെലിബ്രേറ്റഡ് വൈശാഖ പൂർണിമ. നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, ബുദ്ധൻ ജനിച്ച മാസം വൈശാഖത്തിലാണ്. വൈശാഖ പൂർണിമയിലാണ് ആര് ജനിച്ചത്? ബുദ്ധൻ. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഓൺ എ ഫുൾ മൂൺ ഡേ ഓഫ് ഫൽഗുന? നമ്മുടെ ലാസ്റ്റ് മാസമായിരുന്നു ഫൽഗുന മാസം അല്ലേ? ഫൽഗുന മാസത്തിലെ ഫുൾ മൂൺ ഡേയിലെ ഫെസ്റ്റിവൽ ഏത്? അതായത് ഫൽഗുന പൂർണിമ ഫെസ്റ്റിവൽ അല്ലേ? ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ പൂർണിമ, ഫൽഗുന പൂർണിമ. ഇതിലേത് ഫെസ്റ്റിവലാണ് ഫൽഗുന പൂർണിമ എന്നറിയോ? ഇതിലേത് ഫെസ്റ്റിവലാണ് ഫൽഗുന ഏത് മാസമാണ്? നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. ഏത് മാസത്തിലാണ് ഈ ഫൽഗുനം പറഞ്ഞത്? ഫൽഗുനം ഫെബ്രുവരി 21 മുതൽ മാർച്ച് 20. ഈ ഒരു ഓർഡർ ആണല്ലേ. ഫെബ്രുവരി 21 മുതൽ മാർച്ച് 20 വരെയാണ് ഫൽഗുനം പറഞ്ഞത്. സോ നമുക്ക് ഈ കിടക്കുന്നതിൽ ഏത് ഫെസ്റ്റിവൽ ആ സമയത്ത് വരും? ഫെബ്രുവരി ലാസ്റ്റും മാർച്ച് തുടക്കത്തിലും നമ്മുടെ ഏത് ഫെസ്റ്റിവൽ? ഹോളി അല്ലേ? ഹോളി എപ്പോഴാണ്? സാധാരണ മാർച്ചിലാണല്ലേ. നമ്മുടെ മാർച്ചിലെ ഒരു രണ്ടാമത്തെ വീക്കിൽ അല്ലേ, സെക്കൻഡ് വീക്കിലാണ് എന്ത് വരും? നമുക്ക് എപ്പോഴും ഹോളി വരാറുള്ളത്. ഹോളി അപ്പോൾ ഒരു ഫുൾ മൂൺ ഡേയിലെ ഫെസ്റ്റിവലാണ്. ഹോളി ഏത് മാസത്തിലാണ്? ഫൽഗുന മാസത്തിലെ ഫുൾ മൂൺ ഡേ. ഫൽഗുന പൂർണിമയിലാണ് എന്താഘോഷിക്കുന്നത്? ഹോളി ആഘോഷിക്കുന്നത് കേട്ടോ. ഇതിലാണ് ഫൽഗുന പൂർണിമ കേട്ടോ. നോട്ട് ചെയ്തു കേട്ടോ, ഫൽഗുന പൂർണിമയിൽ കേട്ടോ. അതുപോലെ ഇപ്പോൾ ഈ ഇതിലുള്ള നമ്മുടെ ശിവരാത്രി ഉണ്ടല്ലോ, ശിവരാത്രിയും ഫൽഗുന മാസത്തിലാണ്. ശിവരാത്രിയും ഏത് മാസമാണ്? ഫൽഗുനയാണ്. പക്ഷെ ശിവരാത്രി ഫുൾ മൂൺ ഡേയിലല്ല അല്ലേ? സാധാരണ ശിവരാത്രി നമുക്ക് ഫെബ്രുവരി മാർച്ചിലല്ലേ വരുന്നത്. ശിവരാത്രിയും ഫൽഗുന മാസത്തിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ അതൊരു ഫുൾ മൂൺ ഡേയിലല്ല എന്ത് വരുന്നത്? ശിവരാത്രി നോർമലി ഒരു ദിവസമാണ്. പൂർണിമ, ഫൽഗുനത്തിലെ പൂർണിമയിൽ പറഞ്ഞത് ഹോളിയാണ്. പിന്നെ അതുപോലെ ഇതിലിപ്പം നമ്മുടെ വേറെ രണ്ട് പൂർണിമ കിടപ്പുണ്ടല്ലേ. ഒന്ന് രക്ഷാബന്ധനും മറ്റൊന്ന് നമ്മുടെ ഗുരു പൂർണിമയും. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട എന്താണ്? രണ്ട് ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവലാണ്. രക്ഷാബന്ധം വരുന്നത് ശ്രാവണ മാസത്തിലെ പൂർണിമയിലാണ്. അടുത്തൊരു മാസം ശ്രാവണ മന്ത്. ശ്രാവണ മാസത്തിലെ ഫുൾ മൂൺ ഡേയിലാണ് ഈ രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത് കേട്ടാ. രക്ഷാബന്ധൻ. ഗുരുപൂർണിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടീച്ചർമാർ, ഗുരുക്കന്മാരെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇന്ത്യയിലെ ഗുരുപൂർണിമ. ഇത് വരുന്നത് ആഷാഢ മാസത്തിലാണ്. ആഷാഢ പൂർണിമ എന്നാ പറയുന്നത്. ആഷാഢ മാസത്തിലെ ഫുൾ മൂൺ ഡേയിലാണ് ഏത് ഫെസ്റ്റിവൽ? ഗുരുപൂർണിമ. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു ഒന്ന് രണ്ട് ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവൽസ് കിട്ടി അല്ലേ?
ഏതൊക്കെയാ? ഫൽഗുന പൂർണിമ, ഫൽഗുന മാസത്തിലെ ഫുൾ മൂൺ ഡേയിലാണ് ഹോളി 1. 2, ആഷാഢ മാസത്തിലെ ഫുൾ മൂൺ ഡേയിലാണ് ഗുരുപൂർണിമ 2. 3, ശ്രാവണ മാസത്തിലെ ഫുൾ മൂൺ ഡേയിലാണ് രക്ഷാബന്ധൻ 3. അല്ലേ? ഇനി ഇതിനു മുമ്പ് നമ്മൾ കണ്ട ചോദ്യത്തിലും പൂർണിമയുണ്ട്. ഇതാ കാർത്തിക മാസത്തിലെ പൂർണിമ ഏത്? ഗുരുനാനാക്ക് ജയന്തി അല്ലേ 4. വീണ്ടും ഫുൾ മൂൺ ഡേ അല്ലേ? ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ ഏതാ? ബുദ്ധ പൂർണിമ, അതും ഫുൾ മൂൺ ഡേയിലല്ലേ? ഏത് മാസം? വൈശാഖം. അപ്പം 5 ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവൽ നമ്മൾ കണ്ടു അല്ലേ? ബുദ്ധ പൂർണിമ അല്ലേ? ഏത് മാസം? വൈശാഖ പൂർണിമ. ഗുരുനാനാക്കിൻ്റെ ജയന്തി കാർത്തിക പൂർണിമ. അത് കഴിഞ്ഞ് നമ്മുടെ ഏതാ? ഹോളി ഫൽഗുന പൂർണിമ. അത് കഴിഞ്ഞ് ഗുരുപൂർണിമ, ആഷാഢ പൂർണിമ, രക്ഷാബന്ധൻ, ശ്രാവണ പൂർണിമ. ഇതൊക്കെ എന്താ? ഫുൾ മൂൺ ഡേയിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് ആണ്. ഓക്കെ അല്ലേ? കാരണം നമുക്ക് ഇന്ത്യയിൽ ഫുൾ മൂൺ ഡേയിലെ ഫെസ്റ്റിവൽസും ഉണ്ട്, ന്യൂ മൂൺ ഡേയിലെ ഫെസ്റ്റിവൽസും ഉണ്ട് കേട്ടോ. അതായത് പൂർണിമ, അമാവാസി, കറുത്തവാവ്, വെളുത്തവാവ്, അങ്ങനെയാണ് അല്ലേ? സോ ഫുൾ മൂൺ ഡേയിൽ നമ്മൾ കണ്ട ഈ 5 ഫെസ്റ്റിവൽസ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദീപാവലി സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേ ഓഫ് ദി ഫേസ് ഓഫ് ദി മൂൺ? ഏത് ഫേസുള്ള മൂണുള്ള ദിവസത്തിലാണ് നമ്മുടെ ദീപാവലി ആഘോഷിക്കുന്നത്? ദീപാവലി എന്നാണ് ദീപാവലി? ദീപാവലി നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണല്ലേ? ഫെസ്റ്റിവൽസ് ഓഫ് എന്താ? ലൈറ്റ്സ് അല്ലേ? ഫെസ്റ്റിവൽസ് ഓഫ് ലൈറ്റ്സ് എന്നാണ് നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കുന്നത്? ദീപാവലിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നോർമലി അല്ലേ? അപ്പോൾ അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചോ, അന്നത്തെ ദിവസം ഒരു കറുത്തവാവാണ്, അതായത് ന്യൂ മൂൺ ഡേയിലാണ്. അന്ന് അന്തരീക്ഷം മൊത്തവും ഇരുട്ടാവുമ്പോൾ ആൾക്കാർ ചുറ്റും ദീപങ്ങൾ കത്തിച്ച് വെച്ച് അന്തരീക്ഷത്തെ എന്താക്കി മാറ്റും? പ്രകാശമാക്കി മാറ്റും. അങ്ങനത്തെ ഒരു ഫെസ്റ്റിവലാണ് ഏത്? ഫെസ്റ്റിവൽസ് ഓഫ് ലൈറ്റ്സ് എന്ന ദീപാവലി. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു വേണമെങ്കിൽ അന്നത്തെ ദിവസം കറുത്തവാവല്ലേ? ഇരുട്ട ദിവസമല്ലേ? അപ്പോൾ ഏതാ? ന്യൂ മൂൺ ഡേ. ഒരു ന്യൂ മൂൺ ഡേ ഫെസ്റ്റിവൽ കേട്ടാ. ഒരു ന്യൂ മൂൺ ഡേ അമാവാസി ഫെസ്റ്റിവലാണ് ഏത്? ദീപാവലി. പിന്നെ ദീപാവലി ഏത് മാസം എന്നറിയോ? ദീപാവലി വരുന്നത് കാർത്തികയിലാണ്. കാർത്തിക മാസമാണ്. കാർത്തിക നമ്മുടെ ഒക്ടോബർ നവംബർ സമയം. നമ്മൾ ഈ വരുന്ന ഒക്ടോബർ 21 മുതൽ നവംബർ 20 വരെ ആ ഒരു സമയമാണ് നമ്മുടെ ഏത്? കാർത്തിക മാസം. ആ കാർത്തിക മാസത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്? ദീപാവലി. ദീപാവലി ഒരു ന്യൂ മൂൺ ഡേയിലാണ്. കാർത്തികയിലെ ന്യൂ മൂൺ ഡേ ഫെസ്റ്റിവലാണ് ഏത്? ദീപാവലി. ഓക്കെ. സോ ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവൽസും നമ്മൾ കണ്ടു, ന്യൂ മൂണും. സോ അത് സെപ്പറേറ്റ് എഴുതിയിട്ട് പഠിക്കുക കേട്ടോ. ഏതൊക്കെയാണ് ന്യൂ മൂൺ ഫേസിൽ വരുന്ന ഫെസ്റ്റിവൽ, ഏതൊക്കെയാണ് ഫുൾ മൂൺ ഫേസിൽ വരുന്നത്. അതുപോലെ ഈ ദീപാവലിയുടെ വേറെ പ്രത്യേകമുണ്ട്. ഈ ദീപാവലി നമുക്കൊരു ഓൾ ഇന്ത്യ ഫെസ്റ്റിവലാണ്. ഇതേ ദിവസം, ഈ ദീപാവലി ആഘോഷിക്കുന്ന അതേ ദിവസം വെസ്റ്റ് ബംഗാളിൽ വേറൊരു പേരിലാണ് ഇത് ആഘോഷിക്കുന്നത്. എന്ത് പേരെന്നറിയോ? വെസ്റ്റ് ബംഗാളിൽ ദീപാവലിയുടെ പേരാണ് കാളി പൂജ എന്ന പേരിലാണ് വെസ്റ്റ് ബംഗാളുകാർ എന്തിനെ ആഘോഷിക്കുന്നത്? ദീപാവലി. ചില ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ കാർത്തികയിലെ ന്യൂ മൂൺ ഫേസിലെ ഫെസ്റ്റിവൽ ഏതെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ദീപാവലി കാണില്ല. അപ്പോൾ ദീപാവലി ഇല്ലെങ്കിൽ അടുത്ത് നോക്കേണ്ട ഒരു പേരാണ് വെസ്റ്റ് ബംഗാളിലെ ഏത് ഫെസ്റ്റിവൽ? കാളി പൂജ. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം. യെസ്. ഗുരു പൂർണിമ, എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ബൈ ഹിന്ദുസ്, ജെയിൻസ് ആൻഡ് ബുദ്ധിസ്റ്റ് ഇൻ ഇന്ത്യ ഫാൾസ് ഇൻ വിച്ച് മന്ത് ഓഫ് ഹിന്ദു കലണ്ടർ? അല്ലേ, നമ്മുടെ ഗുരുപൂർണിമ ഞാൻ പറയുന്നതാണ് നമ്മുടെ ടീച്ചേഴ്സിനെ അല്ലെ ഗുരുക്കന്മാരെ വർഷിപ്പ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ഫെസ്റ്റിവലാണ് അല്ലേ. അപ്പം അത് ഏത് മാസം? കുറച്ച് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഏത് ഫുൾ മൂൺ ഡേയിലാണ്? ഏത് ഫുൾ മൂൺ ഡേ ഫേസിലാണ് ഗുരുപൂർണിമ ഫെസ്റ്റിവൽ വരുന്നത്? ഏടാ നമ്മൾ എഴുതിയല്ലേ? യെസ്, ആഷാഢ അല്ലേ. ആഷാഢ മാസത്തിലെ ഫുൾ മൂൺ ഫേസിലാണ് അല്ലെ, ആഷാഢ പൂർണിമയിലാണ് എന്ത് വരുന്നത്? ഗുരുപൂർണിമ ഫെസ്റ്റിവൽ വരുന്നത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്തത് യെസ്, നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യണം അല്ലേ.
വെൻ ഈസ് രക്ഷാബന്ധൻ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ ആസ് പെർ ദി ഹിന്ദു കലണ്ടർ അല്ലേ? ഹിന്ദു കലണ്ടർ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശകവർഷം തന്നെ കേട്ടോ. ശരിക്കും ഹിന്ദു കലണ്ടർ ഉണ്ട്, ഹിന്ദു കലണ്ടർ വേറെ ഉണ്ട്. പക്ഷെ ഹിന്ദു കലണ്ടറിലെ മാസങ്ങളും ശകവർഷത്തിലെ മാസങ്ങളും സെയിം ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ രക്ഷാബന്ധൻ ഏടാ നമ്മൾ പഠിച്ചതാ, രക്ഷാബന്ധൻ ശ്രാവണ പൂർണിമ. അപ്പം നോക്ക്, ശ്രാവണ, യെസ് ശ്രാവണ. പക്ഷെ 2 ശ്രാവണ ഉണ്ടല്ലേ? ശ്രാവണ പൂർണിമയാ, ഇത് ശ്രാവണ അമാവാസി, ഇത് ശ്രാവണ പൂർണിമ. അപ്പോൾ എയോ ഡിയോ? ഡി അല്ലേ? കാരണം എ അമാവാസിയല്ല, രക്ഷാബന്ധൻ പൂർണിമയാണ്. സോ ശ്രാവണ പൂർണിമയിലാണ് എന്താഘോഷം? രക്ഷാബന്ധൻ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ദ ഫെസ്റ്റിവൽ ഓഫ് റാം നവമി ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ ഹിന്ദു മന്ത്. ഈ റാം നവമി എന്താണെന്നറിയോ? നമ്മുടെ രാമൻ്റെ ജന്മദിനം, രാമൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ഒരു ഇന്ത്യൻ ഫെസ്റ്റിവലാണ് ഇത് റാം നവമി. അത് ഏത് മാസത്തിൽ നിന്നാണ് ചോദ്യം. സോ അത് ഫസ്റ്റ് മാസം. ഏതാ ഫസ്റ്റ് മാസം? ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രം. ചൈത്രത്തിലാണ് റാം നവമി വരുന്നത് കേട്ടോ. ഏത് മാസത്തിലാണ്? ചൈത്രം. നമ്മൾ ഓൾറെഡി നേരത്തെ ചൈത്ര മാസത്തിൽ ഒരു ബർത്ത്ഡേ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആരുടെ? മഹാവീരൻ്റെ അല്ലേ? നമ്മുടെ ജൈനമതത്തിലെ വർത്തമാന മഹാവീരൻ്റെ ബർത്ത്ഡേയും പറഞ്ഞത് ഏത് മാസത്തിലാണ്? ചൈത്രത്തിലാണ്. അതേ ചൈത്രത്തിലാണ് എന്ത് വരുന്നതും? റാം നവമി ഫെസ്റ്റിവൽ വരുന്നത്. ആരുടെ റാം നവമി? രാമൻ്റെ ജന്മ ദിവസം. ഓക്കെ, സോ നോട്ട് ചെയ്യുക കേട്ടോ. ദെൻ അടുത്ത ദിവസത്തോട്ട് പോയാലോ? In which of the following month is ഗോകുലാഷ്ടമി സെലിബ്രേറ്റഡ്? ഗോകുലാഷ്ടമി വരുമ്പോൾ ഗോകുലാഷ്ടമി എന്ന് പറഞ്ഞാൽ ജന്മാഷ്ടമിയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരുടെ ബർത്ത്ഡേയാ? ശ്രീകൃഷ്ണൻ്റെ. നേരത്തെ നമ്മൾ രാമൻ്റെ കണ്ടപ്പോൾ അടുത്ത് അതുപോലെ എടുത്തൊരു ചോദ്യം ശ്രീകൃഷ്ണൻ, അതാണ് ജന്മാഷ്ടമി. ഗോകുലാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി. ഏത് മാസത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് എന്നറിയോ? ശ്രീകൃഷ്ണ ജയന്തി വരുന്നത് ഓപ്ഷൻ ബി ഭദ്രപദ, നമ്മുടെ ഭദ്രപദ മാസത്തിലാണ് കേട്ടാ. ഭദ്രപദ കേട്ടാ, കലണ്ടറിലെ ഭദ്രപദ മാസത്തിലാണ് എന്ത്? ജന്മാഷ്ടമി അഥവാ ഗോകുലാഷ്ടമി വരുന്നത് കേട്ടാ. ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടാ ജന്മാഷ്ടമി അഥവാ ഗോകുല അഷ്ടമി വരുന്നത്. ഓപ്ഷൻ ബി അല്ലേ? അപ്പം നമ്മൾ റാം നവമി കണ്ടു അല്ലേ? ശ്രീരാമൻ ജനിച്ച മാസം ഏതാ? അത് ചൈത്ര മാസത്തിലും. അതുപോലെ ശ്രീകൃഷ്ണൻ ജനിച്ച മാസം ഏതാ? ശ്രീകൃഷ്ണൻ ജനിച്ച മാസം ഏതാടാ? ഏത് മാസത്തിലാണ് വരുന്നത്? ഭദ്രപദ മാസം കേട്ടോ. അപ്പോൾ അത് രണ്ടും നോക്കിയോ. നമുക്കിതെല്ലാം ഹിന്ദുസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഫെസ്റ്റിവൽസ് ആണ്. അപ്പോൾ അവർ ഈ ചോദിക്കുന്ന ചോദ്യം കണ്ടു, എങ്ങനെയാണ് ചോദിക്കുന്നത്? ഏത് മാസങ്ങളിലെന്നാണ് ചോദ്യം. അപ്പം അതുപോലെ നമ്മളിപ്പോൾ എന്താ ഏറ്റവും ലേറ്റസ്റ്റായി നമ്മൾ ആഘോഷിച്ച ഒരു ഫെസ്റ്റിവലാണ് ദസറ ഫെസ്റ്റിവൽ. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ദ ഫെസ്റ്റിവൽ ഓഫ് ദസറ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. നല്ല ചോദ്യം. ദസറയുടെ മറ്റൊരു പേരെന്താണ്? ദസറയുടെ മറ്റൊരു പേര് നോക്കി, ഓപ്ഷൻസ് നോക്കിയേ. എന്താണ് ദസറയുടെ മറ്റൊരു പേര്? ദസറ ഇപ്പം നമ്മളിപ്പോഴായിട്ട് ആഘോഷിച്ച ഒരു ഫെസ്റ്റിവൽ ആണല്ലേ ദസറ എന്ന് പറയുമ്പോൾ. ആക്ച്വലി നമ്മൾ ദസറ ആഘോഷിക്കുന്നത് ഏത് സമയത്താണ്? നമ്മുടെ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ദസറ ഫെസ്റ്റിവൽ വരുന്നത് അല്ലേ? ആക്ച്വലി ഇന്ത്യയിൽ നവരാത്രി 2 സമയങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്. നവരാത്രി എന്ന് പറയുമ്പോൾ തന്നെ 2 പീരീഡിലുണ്ട്. നവരാത്രി എത്ര ദിവസത്തെ ഫെസ്റ്റിവലാണ്? 9 ദിവസം അല്ലേ? 9 ദിവസത്തെ ആഘോഷമാണ് ഇത് ഈ നവരാത്രി. നവരാത്രി ഇന്ത്യയിൽ 2 സമയങ്ങളിലുണ്ട്. അതായത് നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഒരു നവരാത്രി ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഒക്ടോബറിലും എന്തുണ്ട്? നവരാത്രി ഉണ്ട്. അങ്ങനെ നോർമലി 2 സമയത്താണ് നമുക്ക് നവരാത്രി വരണം. ഏപ്രിലെ നവരാത്രി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എപ്പോഴത്തെന്നറിയോ? നമ്മൾ പറഞ്ഞ ചൈത്രത്തിലെ നവരാത്രി എന്നാണ്. ചൈത്രത്തിലെ നവരാത്രിയാണ് ഏത്? ഏപ്രിൽ മാസത്തിൽ. അതായത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഫെസ്റ്റിവലാണ് നമ്മുടെ ഈ റാം നവമി. അതായത് രാമൻ രാവണനെ കൊന്നതുമായി ബന്ധപ്പെട്ടാണ് ചൈത്രത്തിലെ നവരാത്രി ആഘോഷം വയ്ക്കുന്നത് അല്ലേ? നമ്മുടെ രാമൻ ജനിച്ച മാസം ചൈത്രത്തിലല്ലേ?
അപ്പം ആ ചൈത്രമാസത്തിലെ നവരാത്രി എന്തുമായി ബന്ധപ്പെട്ടതാ? രാമനുമായി ബന്ധപ്പെട്ട, രാമൻ രാവണനെ കൊന്നുമായി ബന്ധപ്പെട്ട് ഉള്ള നവരാത്രിയാണ്. അത് ചൈത്രത്തിലാണ്, ഏപ്രിൽ. ഓക്കെ, നമ്മൾ ഈ ഒക്ടോബറിലെ നവരാത്രിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നവരാത്രി ആഘോഷം. അത് നമ്മുടെ ദുർഗാദേവി അസുരനെ കൊന്ന, അല്ലേ? അത് നമ്മൾ കാണുന്ന ഒരു തീം എന്താ? ദുർഗാദേവി അസുരനെ കൊന്നുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒക്ടോബർ മാസത്തിലെ നവരാത്രി, അല്ലേ? അപ്പം അത് ഏത് മാസത്തിൽ നിന്നറിയോ? ഈ ഒക്ടോബറിലെ നവരാത്രി അത് അശ്വിനി മാസമാണ്. അശ്വിനി മാസത്തിലെ നവരാത്രി കേട്ടാ. ഏപ്രിലിലെ നവരാത്രി ചൈത്രമാസത്തിലും നമ്മുടെ ഒക്ടോബറിലെ നവരാത്രി ഏതാ? അശ്വിനി മാസത്തിലും. അശ്വിനി മാസത്തിലാണ് എന്ത് വരുന്നത്? നവരാത്രി. അങ്ങനെ ഈ 9 ദിവസത്തെ നവരാത്രി ആഘോഷം കഴിഞ്ഞ് 10ാമത്തെ ദിവസം, അതായത് 10ാമത്തെ ഡേ ആണ് ദസറ കേട്ടാ. ദസറ പറഞ്ഞ എത്രാമത്തെ ദിവസത്തിലാ? നവരാത്രിയുടെ 9 ദിവസം കഴിഞ്ഞ് 10ാമത്തെ ദിവസമാണ് ദസറ, അല്ലെങ്കിൽ നമ്മളതിൻ്റെ മറ്റൊരു പേരാണ് വിജയദശമി എന്ന് പറയും. ദസറയുടെ മറ്റൊരു പേരാണ് കേട്ടാ, ദസറ അഥവാ വിജയദശമി. അത് നവരാത്രി കഴിഞ്ഞ് 10ാമത്തെ ഡേ കേട്ടാ. 9 ദിവസമാകുമ്പോൾ നവരാത്രി തീരുകയും 10ാമത്തെ ദിവസത്തിൽ നമ്മൾ വിജയദശമി അഥവാ ദസറ നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ ദസറയുടെ മറ്റൊരു പേരെന്താ? വിജയദശമി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ദസറ ഏത് മാസവും ചോദിച്ചാൽ ദസറ ഏത് മാസത്തിലെ ഫെസ്റ്റിവലാ? അശ്വിനി മാസം. അശ്വിനി മാസത്തിലാണ് ദസറ ഫെസ്റ്റിവൽ വരുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നല്ലപോലെ എക്സാം ചോദിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ നവരാത്രി ആഘോഷം. അപ്പോൾ ഈ 2 നവരാത്രിയും അറിഞ്ഞിരിക്കുക. ഏപ്രിലും നവരാത്രിയും ഉണ്ട്. കാരണം നമ്മൾ കൂടുതലും നമുക്ക് കൂടുതലും പരിചയം ഒക്ടോബറിലെ നവരാത്രി ആഘോഷമാണ്, അല്ലേ? ദസറ വരുന്ന നവരാത്രി. പക്ഷേ ഏപ്രിലും നമുക്ക് എന്തുണ്ട്? നവരാത്രി ആഘോഷം ഉണ്ട്. ചൈത്രത്തിലെ നവരാത്രി എന്ന് പറയും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫെസ്റ്റിവലാണ് റാം നവമി. ഓക്കെ, അടുത്ത ദിവസത്തോട്ട് പോയാൽ അപ്പോൾ ഓക്കെ അല്ലേ ഇത്? അടുത്ത ചോദ്യം, which of the following is celebrated as the Tibetan New Year? ഏത് ആഘോഷത്തെയാണ് ടിബറ്റൻ ന്യൂ ഇയർ എന്ന് വിശേഷിപ്പിക്കുന്നത്? ടിബറ്റിൻ്റെ ന്യൂ ഇയർ. ആക്ച്വലി ഇത് തന്നെ നമുക്കൊരു സെറ്റാണ്. അത് ഇന്ത്യയിൽ ഇങ്ങനെ കുറേ ന്യൂ ഇയർ ഫെസ്റ്റിവൽസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് എന്തുണ്ട്? ഇങ്ങനത്തെ കുറേ ന്യൂ ഇയർ, ടിബറ്റൻ ന്യൂ ഇയർ പോലുള്ള പല സ്ഥലങ്ങൾക്കും എന്തുണ്ട്, അല്ലെങ്കിൽ പല സ്റ്റേറ്റുകൾക്കും എന്തുണ്ട്? ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു സെറ്റിൽ അങ്ങ് പഠിച്ചു വെക്കാം. ഇതുമായി വന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് വരും. ഇപ്പോഴേ നമുക്കൊന്ന് പഠിച്ചു വെക്കാം ഏതൊക്കെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉത്തരം ടിബറ്റൻ ന്യൂ ഇയർ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. ഇത് ബുദ്ധിസ്റ്റിൻ്റെ ന്യൂ ഇയർ ആണല്ലേ? ഇതാണ് ലോസർ. നമ്മൾ നേരത്തെ എഴുതിയതാണല്ലേ ഈ ക്വസ്റ്റ്യൻ. ടിബറ്റൻ ന്യൂ ഇയർ ഏതാണ്? ലോസറാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ന്യൂ ഇയർ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ നമ്മുടെ കേരളത്തിൻ്റെ ന്യൂ ഇയർ. കേരള ന്യൂ ഇയർ അതാണ് നമ്മുടെ വിഷു. നമ്മുടെ വിഷു കേട്ടാ. കേരളത്തിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? വിഷു ആണ് കേരളത്തിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ. ദെൻ നമുക്ക് വിഷുവിൻ്റെ അതേ ദിവസം നമ്മുടെ തമിഴ്നാട്ടിൽ ന്യൂ ഇയറാണ്. നമ്മളുടെ വിഷു ആഘോഷിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഫെസ്റ്റിവലാണ് പൂത്താണ്ട്. എന്താണ്? പൂത്താണ്ടെന്ന് പറയും. ആ വാക്കിൽ തന്നെ ഉണ്ട്. പൂത്താണ്ടെന്ന് പറഞ്ഞാൽ എന്താ? പുതിയ ആണ്ട്. ആണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ആണ്ട് വർഷം അല്ലേ? സോ പുതുവർഷം, പുത്താണ്ട് മഹോത്സവം എവിടെയാ? തമിഴ്നാടിൻ്റെ ന്യൂ ഇയർ. അതുപോലെ നമ്മുടെ തെലുങ്കിന്, അത് കന്നഡ, നമ്മുടെ ആന്ധ്ര, അതുപോലെ കർണാടക കേട്ടോ. ഇവിടെയൊക്കെ കർണാടക, തെലുങ്കാന, ആന്ധ്ര ഈ റീജിയനിൽ പറയുന്നത് തെലുങ്ക് ന്യൂ ഇയർ എന്നാണ്. തെലുങ്ക് ന്യൂ ഇയർ എന്ന് പറയും. അതിൻ്റെ പേരാണ് ഉഗാദി ഫെസ്റ്റിവൽ. ഉഗാദി തെലുങ്ക് ന്യൂ ഇയർ എന്നാണ് പറയുന്നത് കേട്ടോ. വിച്ച് ഫെസ്റ്റിവൽ ഈസ് നോൺ ആസ് തെലുങ്ക് ന്യൂ ഇയർ? തെലുങ്ക് ന്യൂ ഇയർ ഏതെന്ന് ചോദിച്ചാൽ ഉഗാദി. ദെൻ നാലാമത്തെ ഫെസ്റ്റിവലാണ് നമ്മുടെ മറാത്തയുടെ ന്യൂ ഇയർ. മറാത്തി ന്യൂ ഇയർ. മറാത്തികളുടെ ന്യൂ ഇയർ അതാണ് ഗുഡി പഡ്വ. ഗുഡി പഡ്വ. ഗുഡി പഡ്വയാണ് മറാത്തികളുടെ ന്യൂ ഇയർ. മറാത്തി. ദെൻ 5 ഗുജറാത്തി ന്യൂ ഇയർ. ഗുജറാത്തികളുടെ ന്യൂ ഇയർ. ഗുജറാത്തി ന്യൂ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോ. ബെസ്തു ബറാസ്. ബെസ്തു വരാസ്. ബെസ്തു ബറാസ് ഗുജറാത്തി ന്യൂ ഇയർ. ദെൻ 6 പഞ്ചാബിൻ്റെ ന്യൂ ഇയർ.
സോ പഞ്ചാബ് ന്യൂ ഇയർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സിഖ് ന്യൂ ഇയർ ഏത്? ബൈശാഖി ഫെസ്റ്റിവൽ. ബൈശാഖി ഫെസ്റ്റിവൽ ആരടാ? പഞ്ചാബിന്റെ ന്യൂ ഇയർ. ദെൻ ഏഴാമത്തത് ബംഗാളികളുടെ ന്യൂ ഇയർ. ബംഗാളി ന്യൂ ഇയർ അതാണ് പൊഹേല ബൈശാഖി. കേട്ടാ, ബംഗാളി ന്യൂ ഇയർ പൊഹേല ബൈശാഖി. പൊഹേല എന്ന് ഓർത്താൽ മതി. പൊഹേല ബൈശാഖിയാണ് ബംഗാളികളുടെ ന്യൂ ഇയർ. ദെൻ എട്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ഫെസ്റ്റിവലാണ് എട്ടാമത്തത് ആസാമിൻ്റെ ന്യൂ ഇയർ. ആസാമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്നറിയോ? ആസാമിൻ്റെ ന്യൂ ഇയർ ആണ് ബൊഹാഗ് ബിഹു. ഈ ബിഹു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ആസാം വരണം. നമ്മുടെ ആസാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് ഏത്? ബിഹു. പക്ഷെ 3 ടൈപ്പ് ബിഹു ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ആകുമ്പോൾ കാണാം. അങ്ങോട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും കേട്ടാ. അപ്പോൾ ബിഹു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരണം ആസാമാണ്. അതിൽ ബൊഹാഗ് ബിഹു ആസാമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ. ഇത് വേറൊരു കാര്യം, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഫെസ്റ്റിവൽസ് എല്ലാം, ഇതിൽ ഒട്ടുമിക്ക എല്ലാ ഫെസ്റ്റിവൽസും നോർമലി നമ്മുടെ ഏപ്രിൽ മാസത്തിലാണ് വരണം. ഏപ്രിൽ 14 ഒട്ടുമിക്ക എല്ലാം പറഞ്ഞത്. വിഷു നമുക്ക് നോക്കിയാൽ നമ്മളൊന്ന് വിഷുവിനെ കമ്പയർ ചെയ്താൽ മതി. വിഷു വരുന്ന ആ ഒരു സമയം അത് ഏപ്രിൽ മാസത്തിലാണ് ഇതിൽ ഒട്ടുമിക്ക ഫെസ്റ്റിവൽസ് എല്ലാം വരുന്നത്. ഈ എഴുതിയിട്ടതിൽ ഒട്ടുമിക്ക എല്ലാം ന്യൂ ഇയർ ഫെസ്റ്റിവൽ പറഞ്ഞത് ഈ ഒരു ഏപ്രിലാണ് കേട്ടോ. സോ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി ഈ കൂട്ടത്തിൽ ലോസാങ് ഒരു ന്യൂ ഇയർ ആണ് കേട്ടോ. ലോസാങ് സിക്കിമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവലാണ്. സിക്കിമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവലാണ് ലോസോങ്. അപ്പോൾ ഈ ഒരു 9 ഫെസ്റ്റിവൽ അങ്ങ് പഠിച്ചു വെക്കുക. നമ്മുടെ വിഷു ആറ്റ് കേട്ടാ. നമുക്ക് വിഷു ആണെങ്കിൽ തമിഴ്നാടിന് പൂത്താണ്ട്, തെലുങ്കുകാർക്ക് ഉഗാദി, മറാത്തിക്കാർക്ക് ഗുഡി പഡ്വ, തൊട്ടുമുകളിൽ ഗുജറാത്തിക്കാർക്ക് ബെസ്തു ബരാസ്, അതിന് തൊട്ടുമുകളിൽ പഞ്ചാബുകാർക്കാണെങ്കിൽ ബൈശാഖി ഫെസ്റ്റിവൽ, ബംഗാളികൾക്കാണെങ്കിൽ പൊഹേല ബൈശാഖി, ആസാമുകാർക്കാണെങ്കിൽ ബൊഹാഗ് ബിഹു ആണ്. ഏത് ബിഹു? ബൊഹാഗ് ബിഹു കേട്ടാ. അതുപോലെ ടിബറ്റ് ബുദ്ധിസ്റ്റുകളുടെ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ അതേത്? ലോസർ. സിക്കിമിൻ്റെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ലോസാങ് ആണ് സിക്കിമിൻ്റെ ന്യൂ ഇയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തേ. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യമാണ്. യെസ്, കണ്ടാ, ഡാഷ് ഈസ് സെലിബ്രേറ്റ് ആസ് ഗുജറാത്തി ന്യൂ ഇയർ. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. ഗുജറാത്തികളുടെ ന്യൂ ഇയർ ഏതാടാ? നോക്കി പറഞ്ഞേ. ഗുജറാത്തികളുടെ ന്യൂ ഇയർ എവിടെ കിടക്കുക? 5ാമത്തെ അല്ലേ? ഏതാ? ബെസ്തു ബറാസ് അല്ലേ? നോക്ക് ഓപ്ഷനിൽ ഗുജറാത്തി ന്യൂ ഇയർ. യെസ്, ഓപ്ഷൻ സി ബെസ്തു ബറാസ്. ഗുഡി പഡ്വയോ? ഗുഡി പഡ്വ മറാത്തികളുടെ ന്യൂ ഇയർ. വിഷു നമ്മുടെ ന്യൂ ഇയർ കേരള. ഇത് ലോസർ ടിബറ്റൻ ന്യൂ ഇയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് ലോസാങ് ഫെസ്റ്റിവൽ ആനുവലി ഹെൽഡ്? ലോസാങ് അല്ലേ? ന്യൂ ഇയർ അല്ലേ? ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആരുടെ ന്യൂ ഇയർ? ആരുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ലോസാങ് ഫെസ്റ്റിവൽ? ലോസാങ് സിക്കിമിൻ്റെ അല്ലേ? സിക്കിമിൻ്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഏത്? ലോസാങ് ഫെസ്റ്റിവൽ, സിക്കിമിൻ്റെ ന്യൂ ഇയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈശാഖി ഈസ് ദി ഫേമസ് ഫെസ്റ്റിവൽ ഓഫ് സിഖ്സ്. സിഖ് മതക്കാരുടെ ഫെസ്റ്റിവലാണ് ബൈശാഖി. അത് സെലിബ്രേറ്റഡ് വിച്ച് മന്ത് എവരി ഇയർ? യെസ്, വിച്ച് മന്ത്? ബൈശാഖി എന്താ? സിക്കിമിൻ്റെ ന്യൂ ഇയർ അല്ലേ? ഞാൻ പറഞ്ഞു ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണെങ്കിൽ ഏത് മാസമായിരിക്കും ന്യൂ ഇയർ ഫെസ്റ്റിവൽ? നമുക്ക് വിഷു പോലെ, നമ്മുടെ വിഷു ആണ് ന്യൂ ഇയർ അല്ലേ? അപ്പോൾ ഇത് പഞ്ചാബിൻ്റെ ന്യൂ ഇയറാണ്. അപ്പോൾ വിഷു ആണെങ്കിൽ ഏത് മാസം? ഏപ്രിലാണ് ബൈശാഖി ഫെസ്റ്റിവൽ സിഖുകാർ ആഘോഷിക്കുന്ന. സിക്കിൻ്റെ ന്യൂ ഇയർ ആണ് ബൈശാഖി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം.
പൊഹേല ബൈശാഖി. പൊഹേല ന്യൂ ഇയർ ആണല്ലേ, നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞാണ് പൊഹേല ബൈശാഖി. പൊഹേല ആരുടെയാ? വെസ്റ്റ് ബംഗാളിന്റെ ബംഗാളി ന്യൂ ഇയർ അല്ലേ, നമ്മൾ എഴുതിയല്ലേ. ഓക്കെ, നടക്കുന്നു പൊഹേല അല്ലേ, ബംഗാളികളുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ. ഏത്? പൊഹേല ഫെസ്റ്റിവൽ. പൊഹേല ഫെസ്റ്റിവൽ ആരുടെയാണ്? ബംഗാളികളുടെ ഫെസ്റ്റിവലാണ്. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ആയിട്ടാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാം ഏതൊക്കെ എക്സാമിന് ചോദിച്ചുള്ളതെന്ന് കാണാൻ പറ്റും. അതെല്ലാം കൂടെ സെലക്ട് ചെയ്താണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഷാങ്കൻ ഈസ് എ ഫെസ്റ്റിവൽ ഓഫ്. ഇത് ഇടയ്ക്ക് ഇപ്പം കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യം കേട്ടോ. നമ്മളിത് ഡിസ്കസ് ചെയ്താ ഷാങ്കൻ ഫെസ്റ്റിവൽ ഏത് മതക്കാരുടെ ഫെസ്റ്റിവൽ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. പിന്നെ ഈ ഫെസ്റ്റിവൽ പ്രത്യേകമുണ്ട്, നിങ്ങൾ നോക്കിയാണ് ഈ ഫിഗറിൽ കാണാം. ഇത് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കോരി ഒഴിച്ച് ആഘോഷിക്കുന്ന ഒരു വാട്ടർ ഫെസ്റ്റിവൽ കൂടിയാണ് കേട്ടോ. ഇത് ഒരു വാട്ടർ ഫെസ്റ്റിവലാണ്. ഇതേ സ്റ്റേറ്റ് എന്ന് ഞാൻ പറഞ്ഞു തന്നു, അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ആണ് അല്ലേ. അരുണാചൽ പ്രദേശിലെ ആരുടെ? ബുദ്ധിസ്റ്റുകളുടെ ആഘോഷം അല്ലേ. അരുണാചലിലെ ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഷാങ്കൻ ഫെസ്റ്റിവൽ. നമ്മൾ ബുദ്ധിസ്റ്റിന്റെ ഫെസ്റ്റിവൽ ഞാൻ പറഞ്ഞു തന്നാ ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following festival is celebrated on the മകര സംക്രാന്തി ഡേ ഇൻ ആസാം? യെസ്, നമുക്ക് വരുന്ന അടുത്തൊരു കാറ്റഗറി ഫെസ്റ്റിവൽ ആണ് ഈ മകര സംക്രാന്തി ആഘോഷങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ന്യൂ ഇയർ കണ്ടതുപോലെ, ന്യൂ ഇയർ നമ്മൾ കാണുന്ന ഏപ്രിലാണ്. ഏപ്രിൽ ഇന്ത്യയുടെ പല സംസ്ഥാനത്തിലെയും ഫെസ്റ്റിവൽസ് നമ്മൾ കണ്ടു. അതുപോലെ ഈ മകര സംക്രാന്തി ഏത് മാസം എന്നറിയോ? നമ്മുടെ ജനുവരി മാസം. നമ്മുടെ ജനുവരി ഒരു 14-15 സമയത്താണ് ഈ മകര സംക്രാന്തി വരുന്നത്. ഇതൊരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ്. ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ് ഈ മകര സംക്രാന്തി. ഇതൊരു ഓൾ ഇന്ത്യ ഫെസ്റ്റിവലാണ്. പല സ്റ്റേറ്റിലും ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നു. പല സ്റ്റേറ്റിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആസാമിൻ്റെ പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലേ, ആസാം ആണെങ്കിൽ ബീഹു എന്നാണ് പേര്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ 3 ബീഹു കിടപ്പുണ്ടല്ലേ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ആസാമിൽ 3 ടൈപ്പ് ബീഹു ഉണ്ട്. അതാണ് നിങ്ങൾ ഈ ഓപ്ഷനിൽ കാണുന്ന 3 ബീഹു. ഇത് പല മാസങ്ങളിലായിട്ടാണ്. ഇതിൽ ഒരു ബിഹു ജനുവരിയിൽ, അതായത് മകരസംക്രാന്തിയിലെ ബിഹു. അതിൻ്റെ പേരാണ് മാഘ് ബിഹു കേട്ടാ. ജനുവരിയിലെ ബിഹു, ജനുവരിയിലെ ബിഹു ഏതാ? മാഘ് ബിഹു. അപ്പം മകരസംക്രാന്തി ബിഹു ഏതാ? മാഘ് ബിഹു ആണ്. സോ ആൻസർ, ഇപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണല്ലേ, ഓപ്ഷൻ ഡി. ഇനി ബൊഹാഗ് ബിഹു ഏത് മാസത്തിലാണ്? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ബൊഹാഗ് ബിഹു ഏത് മാസത്തിലാണ്? ഏപ്രിലാണ്. ന്യൂ ഇയർ ആണല്ലേ, ആസാമിൻ്റെ ന്യൂ ഇയർ ആണ് ബൊഹാഗ് ബിഹു. സോ അത് ഏപ്രിൽ മാസത്തിലാണ് ബൊഹാഗ്. ദെൻ കത്തി ബിഹു. കത്തി ബിഹു വരുന്നത് ഒക്ടോബറിലാണ്, നമ്മുടെ ഈ ഒരു മാസമാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു മാസത്തിൽ, ഒക്ടോബർ മാസത്തിൽ ആസാമിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് ഏത്? ഏത് ബിഹു? കത്തി ഒരു ഹാർവെസ്റ്റിങ്. കത്തി ഒരു കേട്ടോ. ഇതിലിപ്പം മാഘ് ബിഹുവും കത്തി ബിഹുവും ആസാമിൻ്റെ 2 ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽസ്, ഹാർവെസ്റ്റിങ്സ് ആണ് കേട്ടോ. ജനുവരിയിലും ഒക്ടോബറിലും കേട്ടോ. ഏപ്രിൽ നടക്കുന്നത് ന്യൂ ഇയർ ഫെസ്റ്റിവൽ. അപ്പോൾ ഇതിലിപ്പം മകരസംക്രാന്തിയാണ്. മകരസംക്രാന്തി ജനുവരി മാസമാണ്. സോ ഫെസ്റ്റിവൽ ഏതാ? മാഘ് ബിഹു. മാഘ് ബിഹു ആണ് ആൻസർ. അപ്പം 3 ടൈപ്പ് ബിഹു. ഏ സ്റ്റേറ്റാ ബിഹു? ബിഹു അസാം കേട്ടാ. നോട്ട് ചെയ്ത് വെച്ചോ. സ്ഥിരമായി എക്സാമിന് ചോദിക്കുന്നതാണ് ഏത് ഫെസ്റ്റിവൽ? ബിഹു ഫെസ്റ്റിവൽ. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഉത്തരായൻ ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് ഡാഷ്. ആക്ച്വലി എന്താണ് ഉത്തരയാൻ എന്ന് നമുക്കറിയണം. ഉത്തരായൻ എന്താണെന്ന് വെച്ചാൽ, ഉത്തരയാൻ ഫെസ്റ്റിവൽ ഒരു മകരസംക്രാന്തി ഫെസ്റ്റിവലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ മകരസംക്രാന്തി ഒരു ഓൾ ഇന്ത്യ ഫെസ്റ്റിവലാണ്. പക്ഷെ പല സ്ഥലങ്ങളിലും ഇത് പല പേരിലാണ് ഈ മകരസംക്രാന്തി അറിയപ്പെടുന്നത്. ഉദാഹരണം പറയണമെങ്കിൽ, നമ്മുടെ കേരളത്തിൻ്റെ മകരസംക്രാന്തി ആഘോഷമാണ് മകരവിളക്ക്. നമ്മുടെ മകരവിളക്ക് നമുക്ക് ആ സമയത്ത് ഹാർവെസ്റ്റിംഗ് ഇല്ല. അപ്പം അതിൻ്റെ മകരസംക്രാന്തി ദിവസം നമുക്ക് ജനുവരി 14-15 മകരവിളക്ക് തെളിയുന്നത്. അപ്പം മകരവിളക്കാണ് കേരളത്തിൻ്റെ എന്താ മകരസംക്രാന്തി ആഘോഷം. എന്നാൽ അതേ സമയത്ത് തമിഴ്നാട്ടിലാണെങ്കിലോ, തമിഴ്നാടിൻ്റെ മകരസംക്രാന്തിയാണ് പൊങ്കൽ അല്ലേ. തമിഴ്നാട്ടിൽ ജനുവരി 14-15 എന്താ? പൊങ്കലാണല്ലേ.
അപ്പോൾ തമിഴ്നാടിൻ്റെ മകരസംക്രാന്തി ആഘോഷം ഏതെന്ന് ചോദിച്ചാൽ ഏതാ? പൊങ്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ ഗുജറാത്തിൻ്റെ മകരസംക്രാന്തി ഫെസ്റ്റിവൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരയാണ്. ഗുജറാത്തിലെ മകരസംക്രാന്തിയുടെ പേര് എന്താണ്? ഉത്തരയാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ പഞ്ചാബിലാണെങ്കിലോ പഞ്ചാബിൻ്റെ മകരസംക്രാന്തിയാണ് ലോഹറി ഫെസ്റ്റിവൽ. കേട്ടാ, പഞ്ചാബിൻ്റെ മകരസംക്രാന്തി ആഘോഷത്തെ വിളിക്കുന്ന പേരെന്താ? ലോഹറി ഫെസ്റ്റിവൽ. കേട്ടാ, പഞ്ചാബിൻ്റെ എന്ത് മകരസംക്രാന്തി. ദെൻ മാഗസാജി എന്ന പേരിലാണ് ഹിമാചൽ പ്രദേശിൻ്റെ മകരസംക്രാന്തി അറിയപ്പെടുന്ന. ഹിമാചൽ പ്രദേശിൻ്റെ മകരസംക്രാന്തി ഫെസ്റ്റിവൽ പേരെന്താണ്? മാഗ്സാജി. എവിടത്തെയാണ്? ഹിമാചൽ. കേട്ടാ, എന്നാൽ നമ്മുടെ ഉത്തർപ്രദേശിൽ UP റീജിയൻ്റെ മകരസംക്രാന്തി പേരാണ് കിച്ചടി. എന്ന പേരിലാണ് ഉത്തർപ്രദേശിൽ മകരസംക്രാന്തി അറിയപ്പെടുന്നത്. കേട്ടോ, ഉത്തർപ്രദേശിൽ മകരസംക്രാന്തി അറിയപ്പെടുന്ന പേരെന്താ? കിച്ചടി ഫെസ്റ്റിവൽ. എവിടെയാണ്? UP. എവിടെയാണ്? ഉത്തർപ്രദേശ്. ദെൻ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ മകരസംക്രാന്തിയുടെ പേരാണ് പൗഷ് സംക്രാന്തി എന്ന് പറയും. പൗഷ് സംക്രാന്തി. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലെ പേര് പൗഷ് സംക്രാന്തി. ദെൻ ആസാം നമ്മൾ കുറച്ചു മുമ്പ് എഴുതി. ആസാമിൻ്റെ മകരസംക്രാന്തി ഏതാ? അത് മാഘ് ബിഹു അല്ലേ? ആസാമിൻ്റെ മകരസംക്രാന്തി മാഘ് ബിഹു. അതുപോലെ ജാർഖണ്ഡിൻ്റെ മകരസംക്രാന്തിയുടെ പേരാണ് തുസു എന്ന പേരിലാണ് ജാർഖണ്ഡ് റീജിയനിൽ മകരസംക്രാന്തി അറിയപ്പെടുന്നത്. അതുപോലെ എട്ടാമത്തെ ആന്ധ്രാപ്രദേശിൽ, നമ്മുടെ ആന്ധ്രയാണ്, അരുണാചൽ അല്ല, ആന്ധ്രാപ്രദേശിൻ്റെ മകരസംക്രാന്തിയാണ് പെഡ പണ്ടുക. എവിടെയാ? ആന്ധ്രാപ്രദേശിൻ്റെ മകരസംക്രാന്തി. കണ്ടാ, അപ്പൊ ഇത് കണ്ട ഞാനിപ്പോൾ എഴുതിയേക്കുന്ന ഇത്രയും മകരസംക്രാന്തി ആഘോഷം കൃത്യമായി പഠിച്ചു വെച്ചോ. കേട്ടാ, ഏതൊക്കെ സ്റ്റേറ്റിലെ എന്തൊക്കെ പേര്, ഇതെല്ലാം ഒറ്റ ഫെസ്റ്റിവലാണ്, മകരസംക്രാന്തി ഫെസ്റ്റിവലാണ്. ഇതെല്ലാം മകരസംക്രാന്തികളാണ്. പക്ഷെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്റ്റേറ്റിൽ ഇത് ഓരോ പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അപ്പം ഇതൊക്കെ ഏത് മാസം ചോദിച്ചാൽ സിമ്പിളാണല്ലേ. ഇത് ഏത് മാസമാ? മകരവിളക്കൊക്കെ അല്ലേ, പൊങ്കലൊക്കെ അല്ലേ. അപ്പോൾ ഏതാ മാസം? മകരസംക്രാന്തി ജനുവരി മാസം. സോ ആൻസർ ഓപ്ഷൻ ബി, ജനുവരി മാസത്തിലാണ് ഏതാഘോഷം വരുന്നത്? മകരസംക്രാന്തി ആഘോഷം വരുന്നത്. സോ ഇത് കൃത്യമായിട്ടും ഈ 8 ഫെസ്റ്റിവൽ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതൊരു മെയിനായിട്ട് എക്സാമിന് ചോദിക്കുന്നതിന് കേട്ടോ. ഈ മകരസംക്രാന്തി നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ന്യൂ ഇയർ ഫെസ്റ്റിവൽസും കേട്ടോ, ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് 2-3 വട്ടം റിവിഷൻ ചെയ്യുമ്പം ഇത് സെറ്റാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? നോട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം, കിച്ചടി ആൻഡ് ലോഹറി ആർ ദ ഡിഫറെന്റ് നെയിംസ് ഓഫ് ദി ഫെസ്റ്റിവൽ ഡാഷ്. നമ്മളിപ്പോൾ പറഞ്ഞതാണല്ലേ കിച്ചടിയും ലോഹറിയും മകരസംക്രാന്തിയാ അല്ലേ. എവിടുത്തെ മകരസംക്രാന്തിയാ കിച്ചടി? ഉത്തർപ്രദേശിൻ്റെ മകരസംക്രാന്തിയാണ് കിച്ചടി. പഞ്ചാബിൻ്റെ മകരസംക്രാന്തിയാണ് ഏത്? ലോഹറി. പഞ്ചാബിൻ്റെ മകരസംക്രാന്തി ആഘോഷമാണ് ഏത്? ലോഹറി ഫെസ്റ്റിവൽ എന്നും പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. എന്തായാലും ലാസ്റ്റ് നമുക്ക് നോക്കാം. യെസ്, മാഗസാജി is celebrated as മകരസംക്രാന്തി in which of the following state? ഏത് സംസ്ഥാനത്തിലെ ആഘോഷമാണ് മാഗസാജി? എവിടാ മാഗസാജി? എവിടത്തെ മകരസംക്രാന്തിയാ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാ. നമുക്ക് നോക്കാം ആ PDF. മാഗസാജി എവിടെയാ? നോക്കിയേ. യെസ്, 3ാമത്തെ ഫെസ്റ്റിവൽ മാഗസാജി എവിടെയാ? ഹിമാചൽ പ്രദേശ് അല്ലെ. ഹിമാചൽ പ്രദേശിൻ്റെ മകരസംക്രാന്തി ആഘോഷമാണ്. അപ്പോൾ നമ്മൾ നോക്ക്, ഹിമാചൽ പ്രദേശ് ഉണ്ടോന്ന്? യെസ് ഉണ്ടല്ലേ. ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശിൻ്റെ മകരസംക്രാന്തിയാണ് നമ്മുടെ ഏത്?
മാഗാസാജി ഫെസ്റ്റിവൽ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. യെസ്, ദാ മകര സംക്രാന്തി സെലിബ്രേറ്റ് ആസ് പെഡാപഡുങ്ക ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ്? ഏത് സംസ്ഥാനത്തിലെ ആഘോഷമാറ്റാണ് പെഡാപഡുങ്ക? അല്ലേ, പെഡാപഡുങ്ക മകര സംക്രാന്തിയാണ്. ഏത് സ്റ്റേറ്റ്? അപ്പം നമ്മൾ ഇതും ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, യെസ്, പെഡാപഡുങ്ക ഉണ്ടോ നോക്ക്. നമ്മുടെ മകര സംക്രാന്തി എഴുതിയല്ലേ, നമ്മുടെ ആന്ധ്രാപ്രദേശ് അല്ലേ, ആന്ധ്രാപ്രദേശ് അല്ലേ. ഓപ്ഷൻ ഉണ്ടോ നോക്കാം, ആന്ധ്രാപ്രദേശ് ഇവിടെടാ. യെസ്, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് അല്ലേ. ആന്ധ്രാപ്രദേശിൻ്റെ എന്താണ് മകരസംക്രാന്തി ആഘോഷമാണ് പെഡാപണ്ടുക എന്ന് പറയുന്നത്. പെഡാപണ്ടുക, ഈ പണ്ടുക എന്ന് തന്നെ കേൾക്കുമ്പോൾ തന്നെ ആന്ധ്ര പിടിച്ചു. കാരണം ആന്ധ്രയിലെ ചില ഫെസ്റ്റിവലിൻ്റെ പേര് അങ്ങനെയാണ്, പെഡാപണ്ടുക, പണ്ടുക ഫെസ്റ്റിവൽസ്. അങ്ങനെ കുറേ ടൈപ്പ് ഫെസ്റ്റിവൽ എവിടെയുണ്ട്? ഈ ആന്ധ്രാപ്രദേശിൽ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെറ്റിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു പാർട്ട് ടു നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. സോ നമുക്ക് അതിലും ഇതുപോലുള്ള കുറേ ടൈപ്പ് ഫെസ്റ്റിവൽസ് നമുക്ക് എന്ത് ചെയ്യാം, കാണുന്നതാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ ഫെസ്റ്റിവൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പം റിലീജിയസ് ഫെസ്റ്റിവൽസ് കണ്ടു അല്ലേ, ബുദ്ധിസം, ജൈനിസം, സിഖിസം, അല്ലെ ഹിന്ദുമതം. നമ്മൾ കണ്ട ഹിന്ദുമതത്തിൻ്റെ ഫെസ്റ്റിവൽസും കണ്ടു. ഹിന്ദുമതം നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ശകവർഷത്തിലെ ഏത് മാസങ്ങളിൽ വരുന്നത് കൃത്യമായി പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് ചോദിക്കുന്ന ഫെസ്റ്റിവൽ ഫുൾ മൂൺ ഡേ ആണോ ന്യൂ മൂൺ ഡേ ആണോ, അതുകൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ ആ ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞു വന്ന ന്യൂ ഇയർ ഫെസ്റ്റിവൽ അല്ലേ, നമ്മൾ കുറച്ച് ന്യൂ ഇയർ ഫെസ്റ്റിവൽ കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ, ജനുവരിയിലെ ഹാർവസ്റ്റിംഗ്. ഏതാ? മകര സംക്രാന്തി ആഘോഷം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ അടുത്ത് നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.